നിലമ്പൂരിൽ ബി.ജെ.പി. ജയിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ലെന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള വോട്ട് കണക്കിൽ വ്യക്തമാണ്. എങ്കിലും ബി.ജെ.പിക്ക് നിലമ്പൂരിൽ രാഷ്ട്രീയ വോട്ടുകളില്ലേ? ഉറപ്പായുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ബി.ജെ.പിക്ക് ലഭിച്ചത് 8595 വോട്ടാണ്. ഇത് നിസ്സാര വോട്ടാണോ? ഒരിക്കലുമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രൻ PV അൻവറിന് ലഭിച്ച ഭൂരിപക്ഷം 2700 വോട്ടായിരുന്നു. അതായത് ബി.ജെ.പിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കുറവ്. അപ്പോൾ ബി.ജെ.പി. വോട്ട് നിലമ്പൂരിൽ നിർണായകമല്ലേ? തീർച്ചയായും ബി.ജെ.പി. വോട്ടുകൾക്ക് നിലമ്പൂരിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയും. ബി.ജെ.പി. മത്സരിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ രാഷ്ട്രീയ വോട്ട് പ്രവർത്തകർ ആർക്കു ചെയ്യും? ബി.ജെ.പി. ഇനി മനസാക്ഷി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ജയിച്ച മുന്നണിക്ക് ബി.ജെ.പി. വോട്ട് മറിച്ചെന്ന ആരോപണം നേരിടേണ്ടി വരും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളിൽ ഒരു കാര്യം വ്യക്തമാണ്: ബി.ജെ.പിക്ക് നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല. ഞാൻ കാണുന്നത് ഒരു അനാവശ്യമായ ഒരു ഇലക്ഷനാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഗോൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷനാണ്. 2000 വോട്ട് മാത്രം കിട്ടിയ പിറവത്ത് പോലും ബി.ജെ.പി. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചരിത്രമാണ് മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ അടക്കം പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂരിൽ കെ സുരേന്ദ്രൻ 17,500 വോട്ട് നേടിയതാണ്. അതായത് അവരെല്ലാം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തവരാണ്. ബി.ജെ.പി. രാഷ്ട്രീയ പ്രസക്തി നേടിയ ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടി മത്സരിക്കാറുണ്ട്. നെയ്യാറ്റിൻകര, അരുവിക്കര, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് വോട്ട് നേട്ടമുണ്ടായതെന്ന് മത്സരിക്കേണ്ടെന്ന് വാദിക്കുന്നവർ ന്യായം നിരത്തുന്നു. ഒപ്പം തമിഴ്നാട്ടിലെ ഏർക്കാട്, ഈറോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ടെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചതും ഉന്നയിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഈഗോ വെറുതെ ഒരു കാണിക്കാനൊരു ഇലക്ഷന് ഇറങ്ങുക, ഞങ്ങൾക്കറിയാലോ ഞങ്ങളുടെ അവിടെ ശക്തി എന്താണ്. നിലമ്പൂർ ഒരു മൈനോറിറ്റി ഡോമിനേറ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അതെല്ലാം ഞങ്ങൾ അറിയില്ല. 45.5% ഹിന്ദു വോട്ടുകളും 10% ക്രൈസ്തവ വോട്ടുകളും ബാക്കി മുസ്ലിം വോട്ടുകളുമാണ് നിലമ്പൂരിലുള്ളത്. ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ സ്വന്തമാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ബി.ജെ.പി. മത്സരിക്കാതിരുന്നാൽ രാഷ്ട്രീയ മണ്ടത്തരമാകുമെന്ന് മുതിർന്ന നേതാക്കൾ വിലയിരുത്തുന്നു. മത്സരിക്കാതിരുന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയുടെ കരുത്ത് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കാതെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഭയന്നോടിയെന്ന വിമർശനമുണ്ടാകും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.